നന്ദി. ഇന്നത്തെ ഫീബ ഓൺലൈൻ മലയാളം ലൈവിൽ നമ്മോടൊപ്പം നമ്മുടെ കൗൺസിലർ ഡോക്ടർ ജോൺ ജേക്കബ്, അഗാപ്പെ മെൻ്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനും ഡയറക്ടറുമായിരിക്കുന്ന, ഫാമിലി കൗൺസിലറായിരിക്കുന്ന ഡോക്ടർ ജോൺ ജേക്കബ് നമ്മോടൊപ്പം ഇന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പകരം വെക്കാനില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ഭൂമിയിലെ ഓരോ കുടുംബവും. ഭൂമിയിലെ ഓരോ മനുഷ്യജീവന്റെയും നിലനിൽപ്പ് തന്നെ അതിനെ താങ്ങി നിർത്തുന്നത് കുടുംബങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഈ ബന്ധം നമ്മുടെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മെയ് മാസം 15 ഇന്റർനാഷണൽ ഫാമിലി ഡേ ആയി ആഘോഷിക്കുന്നു. ഇത് കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയും കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് എങ്ങനെയായിരിക്കേണ്ടതിനെ പറ്റിയുമാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഫിബ ഓൺലൈനിൽ പല പ്രാവശ്യം നമ്മൾ കുടുംബത്തെ പറ്റി പറയുകയും കുടുംബ ബന്ധത്തിന്റെ പ്രാധാന്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർ പലപ്പോഴും അവരുടെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. ഫാമിലി കൗൺസിലർ ആയിരിക്കുന്ന ഡോക്ടർ ജോൺ ജേക്കബ് നമ്മുടെ പല പ്രോഗ്രാമുകളിലും സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കുടുംബത്തെ പറ്റിയും കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിനെ പറ്റിയുമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒരു ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ബന്ധമാണ് കുടുംബ ബന്ധം, എ ലൈഫ് ടൈം റിലേഷൻഷിപ്പ്. ഡോക്ടർ, ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കുടുംബമാണ് എല്ലാം. കുടുംബത്തെ പറ്റി നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷം നൽകുന്ന സ്നേഹത്തിന്റെ ഉറവിടമായ കുടുംബത്തെ പറ്റി എന്താണ് ഡോക്ടർ ഈ കുടുംബദിനത്തിൽ ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്? ലോകത്തിലെ ഏറ്റവും പഴക്കമാർന്ന സ്ഥാപനമാണ് കുടുംബം. ദൈവം സ്ഥാപിച്ച ഒരു സ്ഥാപനം. പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ അത് അവസാനിക്കുന്നിടം വരെ കുടുംബം ഉണ്ടാവും. നാം എല്ലാം ജനിച്ചു വീഴുന്ന കുടുംബത്തിലേക്കാണ്. അവസാനം വിട പറയുന്നതും കുടുംബത്തിൽ നിന്നാണ്. ജീവിതത്തിലെ ആരും കൂടെ ഇല്ലാത്തപ്പോഴും കൂടെയുള്ള ചിലര് വിജയിക്കുമ്പം മാത്രമല്ല പരാജയത്തിലും കുറവിലും നമ്മളോട് പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. എന്നും നമുക്ക് ആശ്രയിക്കാവുന്ന, ചാരാവുന്ന, വിശ്വസിക്കാവുന്ന ചിലരുള്ള സ്ഥലത്തെയാണ് കുടുംബം എന്ന് വിളിക്കുന്നത്. അവിടെ നമുക്ക് എവിടെ പോയാലും അവിടെ വരാൻ തോന്നും, അല്ലേ? നമ്മളെ തിരികെ വരാൻ. അപ്പൊ ആളുകളെ ഒന്നിപ്പിക്കുന്ന, ഒന്നിച്ചു ചേരാൻ കൊതിക്കുന്ന ഒരു സ്ഥലമാണ് കുടുംബം. അതുകൊണ്ട് തന്നെ അതിന്റെ അപജയം മാനവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ അപജയമായിട്ട് മാറും. കാരണം നല്ല മനുഷ്യൻ രൂപപ്പെടുന്നത് കുടുംബത്തിലാണ്. അപ്പൊ ആ കുടുംബം നഷ്ടപ്പെട്ടാൽ മനുഷ്യന്റെ രൂപവൽക്കരണത്തിലും വികസനത്തിലും അവന്റെ മനുഷ്യത്വത്തിന്റെ വികസനത്തിലും ഒക്കെ അത് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് മനുഷ്യനെ വാർത്തെടുക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അപജയത്തിനെതിരെ നാം വളരെ ശ്രദ്ധയോടെ അതിന് പ്രതിരോധം തീർക്കുകയും നമ്മുടെ കുടുംബം അതിന്റെ ക്വാളിറ്റിയിൽ തന്നെ നിലനിൽക്കേണ്ടത് മനുഷ്യരാശിയുടെ ഒരു ആവശ്യമാണ്. മനുഷ്യ വികസനത്തിന് ആവശ്യമാണ്. നല്ല മനുഷ്യൻ രൂപപ്പെടുന്നതിന് ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നോക്കുമ്പോൾ പല രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ട്. അപ്പൻ, അമ്മ, മകൾ, മകൻ എന്നൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ബന്ധമാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒക്കെ ആ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് അവർ ബന്ധപ്പെട്ടിരിക്കും. എന്നാൽ ഭാര്യയും ഭർത്താവും ആ കുടുംബത്തിൽ ജനിച്ചു വളരുന്നവരല്ല. അവർ ഒരു ഉടമ്പടി കൊണ്ട് അവർ ഒരു കുടുംബത്തിന്റെ ഭാഗമായി തീരുന്നവരാണ്. അപ്പോൾ ഈ കുടുംബത്തിന്റെ നിലനിൽപ്പ് സാധ്യമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ആ ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ അവരുടെ ഉഭയസമ്മതം അല്ലെങ്കിൽ അവരുടെ തീരുമാനം എത്രത്തോളം അതിനോട് കൂറ് പുലർത്തേണ്ടതായിട്ടുണ്ട്?
മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിയല്ല. അതിനുവേണ്ടി ഈശ്വരൻ ക്രമീകരിച്ച ഒരു ക്രമീകരണമാണ് കുടുംബം. ഈശ്വരൻ തന്നെ ബൈബിൾ പറയുന്ന ദൈവം തന്നെ ഒരു ട്രിനിറ്റിയാണ്. നാം നമ്മുടെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനും ഒരു തൃത്വഭാവമുള്ളവനാണ്. ശരീരവും മനസ്സും ആത്മാവുള്ള ജീവിയാണ്. ആ മനുഷ്യനെ പൂർണ്ണതയിൽ ദൈവം സൃഷ്ടിച്ചിട്ട് അവനെ രണ്ട് ആണും പെണ്ണുമാക്കി മാറ്റി. ഈ ആണും പെണ്ണും തമ്മിൽ വീണ്ടും ഒന്നിച്ച് ചേരുന്ന ആ പ്രക്രിയക്കാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നഷ്ടപ്പെട്ട പങ്കാളിയെ, നമ്മുടെ ജീവിതത്തിന്റെ പകുതിയെ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് വിവാഹത്തിലൂടെ നിറവേറുന്നത്. ആ എന്റെ പങ്കാളി എന്റെ ജീവിതത്തിന്റെ ഭാഗത്തെ വരുമ്പോഴാണ് ഞാൻ പൂർണ്ണരാകുന്നത് എന്നുള്ള ബോധം ഇരുവരെയും ഭരിക്കുമ്പോഴാണ് എന്നെ പൂർണ്ണനാക്കുന്ന ആളാണ് എന്റെ പങ്കാളി. ഞങ്ങൾ രണ്ടും കൂടെ ചേർന്നെങ്കിലേ പൂർണ്ണതയുള്ളൂ. ഒരു പുരുഷൻ അതിൽ തന്നെയോ സ്ത്രീ അതിൽ തന്നെയോ പൂർണ്ണ മനുഷ്യത്വമില്ല. രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു പൂർണ്ണ മനുഷ്യത്വം ഉണ്ടാകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഈശ്വരൻ ഒരുക്കിയ ഒരു സംവിധാനമാണ് ഫാമിലി. അപ്പം ഒരു ഇണയും തുണയും ഉണ്ടെങ്കിലേ മനുഷ്യന് ജീവിക്കാൻ പറ്റും. അത് മനുഷ്യന്റെ അച്ഛനും അമ്മയും ഉള്ളപ്പോഴും, സഹോദരങ്ങളുള്ളപ്പോഴും, നല്ല കൂട്ടുകാരുള്ളപ്പോഴും, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ എനിക്ക് ആരുമില്ല, എനിക്കൊരാൾ വേണമെന്നൊരു തോന്നൽ വരും. ആ ഒരു ഇണയെ തന്നെയെ പാതിയെ തേടിയുള്ള ഒരു യാത്രയാണ് നമ്മുടെ വിവാഹത്തിൽ ഒരു പങ്കാളി അവസാനിക്കുന്നത്. അപ്പൊ ആ കൂടിച്ചേരലൊരു അജീവനാന്ത കൂടിച്ചേരലാണെന്നാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഇതൊരു മരണപര്യന്തമുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ്. മരണം നമ്മളെ വേർതിരിക്കുന്നതും വരെ നമ്മൾ ഒന്നിച്ച് ജീവിക്കും. ആ ഒരു കമ്മിറ്റ്മെന്റിനെയാണ്, അത് ഈശ്വരന്റെ മുമ്പ് എടുക്കുന്ന ഒരു കവനന്റ് ആണ്, ഒരു കോൺട്രാക്ട് അല്ല, ഒരു കവനന്റ് ആണ്. അതിന് പ്രത്യേകിച്ച് പങ്കാളിയുടെ പെരുമാറ്റങ്ങളൊന്നും ഇവിടെ കണ്ടീഷനായിട്ട് പറയുന്നില്ല. എന്റെ ജീവിതം നിനക്കായി തരുന്നു എന്ന് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന, ഈശ്വരന് മുമ്പിൽ കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന ഒരു വലിയ കമ്മിറ്റ്മെന്റിനെയാണ് മാരേജ് ഫങ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റൊരാൾക്ക് പരിഗണന കൊടുക്കുന്നു, മറ്റൊരാളുടെ ആവശ്യങ്ങളും വികാരങ്ങളും തന്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ പരിഗണനയോടെ കാണുന്നു. അങ്ങനെ രണ്ടുപേരും ചെയ്യുമ്പോൾ ഇരുവരും തമ്മിൽ സ്നേഹത്തിൽ ഭയങ്കര ഒരു ബോണ്ട് ഉണ്ടാകുന്നു. എന്നെക്കാളും എന്നെ സ്നേഹിക്കുന്ന, എന്നെക്കാളും എന്നെ കരുതുന്ന, എന്നെക്കാളും എന്നെ കുറിച്ച് വിചാരമുള്ള ഒരാളെ കിട്ടിയെന്നുള്ളത് ഇരുവർക്കും ഭയങ്കര ഭാഗ്യമായിട്ട് വരികയും ജീവിതം അതൊരു വലിയ സ്വർഗതുല്യമായ ഒരു അനുഭവമായിട്ട് മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അനുഭവം കുടുംബജീവിതത്തിൽ നയിക്കുമ്പോഴാണ് കുടുംബജീവിതം, ആ സ്നേഹത്തിന്റെ ബാന്ധവത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റഡായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് കുടുംബജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു വശം. ഓക്കെ, സാർ പറഞ്ഞു ഒരു തക്ക തുണയെ പറ്റി പറഞ്ഞു. ബൈബിൾ അങ്ങനെയാണല്ലോ, തുടക്കത്തിലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ എല്ലാം നന്നായിരുന്നു എന്ന് ദൈവം കണ്ടിട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട ഒരു തക്ക തുണയെ ദൈവം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുകയായിരുന്നല്ലോ. അപ്പം വൈകാരികവും ശാരീരികവും ആത്മീയമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാനുള്ള ഒരു തക്ക തുണ എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു എല്ലാ ആവശ്യങ്ങളും, തൻ്റെ പങ്കാളിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ആളുകൾ ഉണ്ടോ? അങ്ങനെയുള്ള പങ്കാളികളുണ്ടോ? അത് സാധ്യമാണ്? എത്രയും നിറവേറ്റാനുള്ള പരിശ്രമമാണ്, നമുക്ക് മനസ്സിലാകുന്ന അത്ര നിറവേറ്റാനുള്ള പരിശ്രമമാണ് വിവാഹ ജീവിതത്തിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്തുമാത്രം മറ്റൊരാളുടെ ആവശ്യങ്ങളും വികാരങ്ങളും എനിക്ക് മനസ്സിലാക്കാനും അത് നിറവേറ്റാനും ഞാൻ നടത്തുന്ന ശ്രമമാണ് ആ ബന്ധത്തിന്റെ ഡെപ്ത്. അത് ഓരോ വ്യക്തികളെ മനസ്സിലാക്കുന്നതിലും നിറവേറ്റുന്നതിനുള്ള പെർസെന്റേജ് അനുസരിച്ച് ആ ബന്ധത്തിന്റെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, തക്ക തുണ എന്ന് പറയുമ്പോൾ ഹെൽപ്പർ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഒരു ഭാഗത്ത് ഒരു സഹായി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും ആളുകളെ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രം, അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുന്നില്ലേ സമൂഹം? അതിൽ നിന്ന് മാറിപ്പോയിട്ടില്ലേ എന്നാണ്. അതിന്റെ ഒരു നല്ല വാക്ക് ഒരു കമ്പാനിയൻ എന്നുള്ളതാണ്, ഒരു കൂട്ടാളി. ഞാൻ നിനക്ക് നല്ലൊരു കൂട്ടാളിയെ തരുമെന്നാ പറഞ്ഞത്. അപ്പം ആ കൂട്ടാളി എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ ആപ്റ്റ്. ഇപ്പൊ കൂട്ടാളി രണ്ടുപേരും വർത്തും അതിന്റെ വിലയിലും മൂല്യത്തിലും ഒന്നും വ്യത്യാസമില്ല, രണ്ടുപേരും ഈക്വലാണ്. എന്നാൽ ഫങ്ഷനിങ്ങിലും പെരുമാറ്റത്തിലും ബിഹേവിയറിലും ഒക്കെ രണ്ടുപേരും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പരസ്പര പൂരകമാണ്, പക്ഷെ ഈക്വൽ അല്ല. അപ്പൊ അവിടെയാണ് അത് മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് രണ്ടുപേരും തമ്മിൽ നല്ലൊരു പങ്കാളിയായിട്ടിരിക്കാൻ പറ്റുക. അപ്പം
ഈ മറ്റൊരാളുമായിട്ട് നമ്മൾ രണ്ടുപേര് തമ്മിൽ ഒരു പൊരുത്തപ്പെടില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമ്മളിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീട്ടിലുള്ള ഒരാളെ നമ്മൾ പങ്കാളിയായിട്ട് സ്വീകരിക്കുമ്പോൾ അവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അപ്പൊ ആ വ്യത്യസ്തത എന്തുമാത്രം എനിക്ക് കിട്ടിയ പങ്കാളിയുമായിട്ട് ചേർന്ന് പോകാൻ, അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ, അവരുമായിട്ട് എന്നെ തന്നെ അയക്കാനുള്ള എന്റെ കഴിവാണ് ഒരു നല്ല കമ്പാനിയൻ ആകാനുള്ള ഒരു പ്രധാന ഗുണം. അവരെ നമ്മൾ അയക്കുമല്ല, നമ്മളെ അയച്ചിട്ട് അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. ആ അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയും നമ്മൾ എന്തുമാത്രം അറിയാനുള്ള കഴിവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആരുമായിട്ടും പൊരുത്തപ്പെട്ടു പോകും. അപ്പൊ കിട്ടിയ ആളെ നമ്മൾ ആളായിരിക്കുന്ന പോലെ തന്നെ സ്വീകരിക്കണം. നമുക്ക് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ വിവാഹത്തിന് മുമ്പേ തീർച്ചയായിട്ടും എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരാളാണെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം കമ്മിറ്റ്മെന്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു വ്യത്യാസം അവരായിരിക്കുന്ന പോലെ തന്നെ അവരെ അംഗീകരിക്കാൻ കഴിയുക. അങ്ങനെ ഇപ്പൊ യാത്രയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ അപ്പം പരിഹരിച്ചു പോവാം. മനസ്സ് തുറന്ന് സംസാരിച്ച് ആ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ അതാത് ദിവസം തീർത്തു പോവാം. സ്നേഹം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയുക. മാത്രമല്ല, നമ്മൾക്ക് തന്നെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് വന്നാൽ അത് തുറന്നു പറയുക. നമ്മുടെ യഥാർത്ഥ വികാരങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും അവരെ ഹർട്ട് ചെയ്യാതെ പ്രകടിപ്പിക്കാനുള്ള കഴിവ്. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളെ തന്നെ മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ ആരാന്ന് ഇരുവരും അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ മറ്റേയാൾക്ക് പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. ഈ കഴിവുകളൊക്കെയാണ് ഒരു നല്ല കമ്പാനിയന് വേണ്ടത്. ഈ കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നല്ല കമ്പാനിയനാകാൻ പറ്റും. ഒരു നല്ല കമ്പാനിയൻഷിപ്പാണ് ലോങ് ടേം റിലേഷൻഷിപ്പിന്റെ ബേസ്. നല്ലൊരു കമ്പാനിയനായിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെട്ടും സ്നേഹം കാണിച്ചും മറ്റേ ആളെ ആയിരിക്കുന്ന പോലെ അംഗീകരിച്ചും നമ്മളെ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് പൊരുത്തപ്പെട്ട് പോകാനുള്ള ഒരു സാവകാശം ഒരുക്കുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് കഴിയുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതാത് സമയത്ത് പരിഹരിച്ചു പോകാനും കഴിയുന്നവർക്ക് നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. അതാണ് ഒരു നല്ല കൂട്ടാളി, ഒരു പങ്കാളിയെ കിട്ടുന്നതിന്റെ ഗുണം. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ആളുമായിട്ടൊരു നല്ല കൂട്ടാളിത്ത ജീവിതം, നല്ലൊരു പങ്കാളിത്ത ജീവിതം ചെയ്യാൻ കഴിയണം. അതിന് മറ്റേ ആളെ മൂല്യത്തോടെയും വിലയോടെയും കാണാനും റെസ്പെക്ട്ഫുൾ ആയിട്ടും സ്നേഹവും റെസ്പെക്റ്റും കളയാതെ പരസ്പരം പെരുമാറാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ബന്ധം പുലർത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. തീർച്ചയായിട്ടും ഒരു ദിവസത്തെ ഒരാഴ്ചത്തെയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമല്ല, അത് ആജീവനാന്തം, ഒരു ജീവിതകാലം മുഴുവൻ നിലനിർത്തേണ്ട, സൂക്ഷിക്കേണ്ട ഒരു ബന്ധമാണല്ലോ നമ്മുടെ കുടുംബജീവിതം എന്നുള്ളത്. അതുകൊണ്ട് അന്യോന്യം സ്നേഹിച്ചും അന്യോന്യം ബഹുമാനിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയുന്നു എന്നാണ് നാം കേട്ടത്. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 2025 ഒരു കണക്കനുസരിച്ച് 618 മില്യൺ കുടുംബങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതായത് 61,80,00,000 കുടുംബങ്ങൾ ഉണ്ടാകും എന്നൊരു കണക്ക് ഉണ്ട്. ലീഗലി ഉള്ള കുടുംബ ബന്ധങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ തന്നെ മറ്റ് ബന്ധങ്ങളും ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു കണക്ക്, ഒരു മണിക്കൂറിൽ പ്രത്യേകിച്ച് കേരളത്തിൽ 5 ഡിവോഴ്സ് കേസുകൾ ഉണ്ട്. അതുപോലെ ഒരു ദിവസം 130 കേസുകളാണ് എടുക്കുന്നത്. അതിൽ കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള കണക്കുകൾ കേൾക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം കുടുംബ ബന്ധങ്ങൾ തകരുവാനുള്ള കാരണം? പല പ്രശ്നങ്ങളുണ്ട് എങ്കിലും എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിവാഹ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നത്, അതല്ലെങ്കിൽ മാറുന്നതിനുള്ള, ഡിവോഴ്സുകൾ വർദ്ധിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പല കാരണങ്ങളുണ്ട്. അല്ലേ, ഒരു പ്രധാന കാരണം നമ്മള് ഈഗോയാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഈ കുടുംബങ്ങൾ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയപ്പെടുകയാണ്. അപ്പം ഈ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന കുടുംബജീവിതത്തിന് കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ പലരും തയ്യാറാകുന്നില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു ഗവേണൻസ്, നമ്മുടെ രാജ്യത്തും രാജഭരണമായിരുന്നു, പല വീടുകളിലും രാജഭരണമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഓർഡർ ആൻഡ് ഒബേ ഒരു ഇതാണ്. ഒരാൾ ഓർഡർ ചെയ്യുക, ബാക്കിയുള്ളവരെല്ലാം
അനുസരിക്കുക. അനുസരിക്കും. അല്ലാതെ ഒരു കൂട്ടായ ചർച്ചയോ കൂട്ടായ തീരുമാനങ്ങളോ ഫീലിങ്ങോ അവിടെ ഇല്ലായിരുന്നു. ഞാൻ മിക്കവാറും ഭർത്താവ്, നേതാവും മറ്റുള്ളവരെ അവരെ അനുസരിക്കുന്ന ആളും അദ്ദേഹം പറയുന്നത് അനുസരിക്കുവാണെങ്കിൽ അദ്ദേഹം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. അനുസരിച്ചില്ലെങ്കിൽ അവിടെ പ്രശ്നമാകും. ഇങ്ങനെ നൂറ്റാണ്ടുകളായി ജീവിച്ചുകൊണ്ടിരുന്ന സമൂഹം കുറച്ചുകൂടെ ജനാധിപത്യത്തിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് സ്വാതന്ത്ര്യബോധമായാലും അവകാശബോധമായാലും വ്യക്തിത്വ ബോധമായാലും മാത്രമല്ല ഒരു കാലത്ത് നമ്മൾ ഭൗതിക കാര്യങ്ങളെ കുറിച്ച് മാത്രമല്ല ഫിസിക്കൽ നീഡ്സ് ആയിരുന്നു നമ്മുടെ പ്രൈമറി നീഡ്. ഇന്നിപ്പം മനുഷ്യന്റെ പുരോഗതി ഫിസിക്കൽ നീഡ്സ് ഒന്നും ഒരു വലിയ ത്രെട്ട് അല്ലാതായി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ഹയർ നീഡ്സിനെ കുറിച്ച് അംഗീകാരം, ശ്രദ്ധ, പരിഗണന, ബഹുമാനം, വില, റെസ്പെക്ട്, കരുതൽ ഇതൊക്കെ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ മോർ സൈക്കോളജിക്കൽ ലെവലിലേക്ക് നീഡ്സിന്റെ ബോധറേഷൻ മാറി. മറ്റേന്ന് പറഞ്ഞാൽ ആഹാരം തരുന്ന ഒരാള്, കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന ആള്, കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ആള്, കുക്ക് ചെയ്യുന്ന ആള്, കുക്ക് ചെയ്യാനുള്ള സാധനം വാങ്ങിച്ചു തരുന്ന ആള്, ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു പങ്കാളിയെ കുറിച്ചുണ്ടായിരുന്നു. പക്ഷെ മനുഷ്യ സമൂഹത്തിന്റെ വികസനത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു വലിയ ഭീഷണി അല്ലാതെ അതൊക്കെ സ്വാഭാവികം നടന്നു പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ മനുഷ്യൻ അംഗീകാരവും ശ്രദ്ധയും പരിഗണനയും ബഹുമാനവും കരുതലും അഫക്ഷനും ഇന്റിമസിയും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ ആ ലെവലിൽ സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യത്തക്കവണ്ണം നമ്മുടെ എല്ലാവരും ട്രെയിൻഡ് അല്ല. അവര് പലരും ഇപ്പോഴും ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇനി എന്താ കുറവ്, ഐ ആം പ്രൊവൈഡിങ് എവരിതിങ് എന്നുള്ള ചിന്തയാണ്. ഞാൻ കുക്ക് ചെയ്ത് തരുന്നില്ലേ, അല്ലെ ഞാൻ കുക്കിങ്ങിനുള്ള സാധനം എല്ലാം വാങ്ങിച്ചു തരുന്നില്ലേ, സാരി വാങ്ങിച്ചു തരുന്നില്ലേ, വീടില്ലേ. അപ്പോൾ ഫിസിക്കൽ നീഡ്സ് മീറ്റ് ചെയ്ത മനുഷ്യൻ സംതൃപ്തനാകും എന്നുള്ള തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട്. എന്നാൽ ഇന്ന് ആളുകൾ കൂടുതൽ ബോധേഡ് ആയിരിക്കുന്ന മറ്റ് ഹയർ നീഡ്സുകളെ കുറിച്ചാണ്. ഈ ഹയർ നീഡ്സിനെ കുറിച്ചുള്ള ബോധറേഷൻ കൂടിയപ്പോൾ പങ്കാളികളിൽ ചിലർക്ക് അത് നിറവേറ്റാൻ പറ്റുന്ന ഗ്യാപ്പ് വന്നപ്പോഴാണ് ആളുകളുടെ ഫ്രസ്ട്രേഷൻ കൂടിയത്. അപ്പൊ അത് പഴയ പോലെ സഹിക്കാനുള്ള മനുഷ്യന്റെ മനസ്സും കുറഞ്ഞു. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻസ് അവരെന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അവരത് വിവാഹ ജീവിതത്തിൽ നിന്ന് വെളിയിൽ വരാൻ തയ്യാറാകുന്നു. ഇതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ട്രെൻഡ്. അത് ഇന്ത്യൻ ആവറേജിൽ 7 ടൈംസോളം കൂടുതലാണ്, 7 ഇരട്ടി കൂടുതലാണ് കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ്. ഇന്ത്യൻ ആവറേജിന്റെ 7 ടൈംസ് ആണ്. അത് 350% ഗ്രോത്തിലുമാണ് ലാസ്റ്റ് 10 years. 350% ഗ്രോത്ത്. അങ്ങനെയെങ്കിൽ ഒരു ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത ഒരു 10-20 വർഷത്തിനകം കേരളത്തിലെ ഏകദേശം 10-40% കുടുംബങ്ങളും സെപ്പറേറ്റഡ് ആകുന്ന ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് മുൻകൂട്ടി കണ്ട് നമ്മൾ എന്തിനും പ്രതിരോധം തീർത്തില്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ വലിയ അപകടത്തിലാണ്. കാരണം പ്രശ്നങ്ങൾ കൂടുന്നു, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കുറയുന്നു, പ്രശ്നങ്ങൾ തീർക്കാൻ ആളുകൾ പല മീൻസ് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്രശ്നങ്ങൾ വഷളായി ഡിവോഴ്സിലേക്കും സെപ്പറേഷനിലേക്കും മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും അത് വളരെ ഒരു അപായക സൂചന അല്ലെങ്കിൽ ഒരു വാർണിംഗ് സൈനാണ് നമുക്ക് തരുന്നത്. നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, കുടുംബത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് നമ്മൾ കാണണം. ഈ ഒരു സമയത്ത് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിങ്ങിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പലരും ഈ ഫാമിലി കൗൺസിലിംഗ് എന്നൊരു ഓപ്ഷൻ എടുക്കുന്നത് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആകുന്ന സമയത്തോ കോടതി പറഞ്ഞിട്ടാണ് പലരും ഫാമിലി കൗൺസിലിലേക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വരുന്നത്. ഡോക്ടറുടെ ഈ ദീർഘകാല അനുഭവത്തിൽ ഈ അനേക കുടുംബങ്ങളുമായിട്ടോ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും അനേക സെമിനാറുകൾ, ഫാമിലി സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്ത അനുഭവ സമ്പത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ ഫാമിലി കൗൺസിലിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? ശരിക്കും ഫാമിലി കൗൺസിലിംഗ് ആളുകൾക്ക് പേടിയാണ്. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ മാനസികമായ പ്രയാസമുള്ളവർ മാത്രമേ കൗൺസിലിങ്ങിൽ പോകും എന്നൊക്കെയുള്ള മിഥ്യാധാരണകളൊക്കെ ഉണ്ട്. ഈ ഒരു സമൂഹത്തിൽ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഫാമിലി കൗൺസിലിംഗ് ഇമ്പോർട്ടന്റ് ആണ്? അതിനെപ്പറ്റി ഒന്ന് പറയാം. ഈ കുടുംബം ധാരാളം വെല്ലുവിളികളെ, കാരണം കുടുംബത്തിന്റെ ഭരണരീതി, അവിടുത്തെ സംസ്കാരം, റോളുകള്, പ്രതീക്ഷകള് എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഫാമിലി തന്നെ ഒരു ഡൈനാമിക് ആണ്. ഒരു വിവാഹം കഴിക്കുന്ന ഒരു ഫാമിലി ബിഗിനിങ് സ്റ്റേജ്, കുട്ടികൾ ഉണ്ടാകുമ്പോൾ, കുട്ടികൾ ടീനേജ് ആകുമ്പോൾ, കുട്ടികൾ നമ്മളെ വിട്ടു പോകുമ്പോൾ, വാർദ്ധക്യമാകുമ്പോൾ, ഇങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസിൽ കൂടെ ഫാമിലി എപ്പോഴും കടന്നു പോവുകയാണ്.
ഈ കടന്നു പോകുന്ന ഓരോ നിമിഷവും പുതിയ പുതിയ വെല്ലുവിളികളെയാണ് ഫാമിലി ലൈഫ് നേരിടുന്നത്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റി ഇത് എങ്ങനെ നേരിടണമെന്ന് പലപ്പോഴും നമ്മൾ ഗൈഡൻസ് കൊടുക്കാറില്ല. ഇതുകൊണ്ട് തന്നെ പലരും ഇത് എങ്ങനെ പല പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യണമെന്നറിയാതെ വല്ലാതെ കുഴങ്ങാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഫാമിലി സെമിനാറുകളും ഫാമിലി എൻറിച്ച്മെന്റിനുള്ള പ്രോഗ്രാംസും നമ്മൾ റെഗുലറായിട്ട് നടത്തണം. അങ്ങനെ നടത്തുന്ന കേൾക്കുമ്പോഴാണ് അത്തരം ടോക്സോ സെമിനാർസോ വർക്ക്ഷോപ്സുകളോ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് എവിടെയാണ് എന്റെ കുടുംബത്തിൽ ശരിയാക്കേണ്ടതെന്നുള്ള അവബോധം ഉണ്ടാക്കുന്നത്. അത്തരം അവബോധം ഉണ്ടാകുമ്പോഴാണ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാനാണ് ഫാമിലി കൗൺസിലിംഗിലേക്ക് പോകുന്നത്. ഉദാഹരണം, ഞങ്ങൾ തമ്മിലുള്ള സംസാര രീതി ശരിയാകുന്നില്ല, അല്ലെ ഒരാളുടെ ദേഷ്യം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരാളുടെ വികാരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില നീഡ്സ് പറഞ്ഞിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ രണ്ടുപേരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും പ്രതീക്ഷയ്ക്കൊത്ത് സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തുന്നതിനകത്തുള്ള വെല്ലുവിളികൾ, ഇങ്ങനെയുള്ള നൂറുകൂട്ടം കാര്യങ്ങളിൽ ഉള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ അവരവരെ കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയാത്തപ്പോൾ തീർച്ചയായിട്ടും അത് പ്രശ്നം വഷളാക്കാതെ ഒരു ഹെൽപ്പ് സീക്ക് എന്നതാണ് നല്ലത്. ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ ഒരു ഫാമിലി കൗൺസിലർ പ്രശ്നം പരിഹരിക്കുമല്ല, ഒരു ഫാമിലി കൗൺസിലറുടെ സഹായത്താൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാനും അത് എങ്ങനെ ആരോഗ്യകരമായി പരിഹരിക്കണം എന്നുള്ള ഒരു അവബോധത്തിലേക്ക് നമുക്ക് നയിക്കാനും അതുവഴി നമ്മൾ നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ പ്രാപ്തരാകുവാണ് ചെയ്യുന്നത്. ഓക്കെ. ചിലപ്പോൾ കൗൺസിലേഴ്സ് പറയാറുണ്ട്, ഈ ഫാമിലി കപ്പിൾസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവർ വന്നിരുന്നിട്ട് ഒരിക്കൽ പോലും ഭർത്താവിനോട് പറയാത്ത കാര്യങ്ങൾ, വർഷങ്ങളായിട്ട് അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ കൗൺസിലറോട് തുറന്നു പറയാറുണ്ട്. അവർ പറഞ്ഞു, അവര് നേരത്തെ അങ്ങ് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, അന്യോന്യം പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം അങ്ങ് തീർന്നേനെ എന്ന് പറയാറുണ്ട്. സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പൊ ഒരാൾ ഒരു കാര്യം വന്ന് പറഞ്ഞു, മറ്റേ ആൾ ലിസണർ അല്ലായിരിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥത്തിലായിരിക്കത്തില്ല എടുക്കുന്നത്, അല്ലെങ്കിൽ താൻ പ്രതീക്ഷിച്ച പോലല്ല പ്രതികരിച്ചത്. ഇതൊക്കെ വരുമ്പോൾ ആളുകൾക്ക് പിന്നെ ഫിയർ ആകും പറയാൻ. അപ്പൊ അവരെന്ത് ചെയ്യും? അവരത് മനസ്സിൽ മൂടി വെച്ച് പെരുമാറും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല, പറഞ്ഞാൽ ഞാൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ പ്രതികരിക്കത്തില്ല എന്നുള്ള ധാരണയിൽ അവർ പറയാതിരിക്കും. ഇങ്ങനെ പറയുന്ന പിന്നെ ചിലർ അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്ത, ഒറ്റയ്ക്ക് വളർന്നവര്, മറ്റാരോടും സുഹൃത്തുക്കളില്ലാത്തവര്, മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ശീലമില്ലാത്തവർക്കൊക്കെ ചില ഫീലിങ്സ് ഷെയർ ചെയ്യുന്ന ശീലമില്ല. ഇത് അപ്പൊ ചെറുപ്പത്തിലെ അങ്ങനെ വളർന്നു വന്നവര് പിന്നെ വിവാഹശേഷവും പങ്കുവെക്കാൻ ആളിനെ കിട്ടിയിട്ടും പങ്കുവെക്കാൻ വിമുഖതയുള്ളവരാണ്. അങ്ങനെ പറയുന്ന ആളിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും കേൾക്കുന്ന ആളിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും പലയിടത്തും പറയേണ്ട പോലെ പറയാതെ ഇരിക്കുന്നുണ്ട്. ഇതാണ് പിന്നീട് ഫാമിലി പ്രോബ്ലമായിട്ട് തീരുന്നത്. ഇതാണ് അവർ പോയി മനസ്സിലാക്കുന്ന ഒരാളോട് പങ്കുവെക്കുമ്പോൾ അവർക്കത് മനസ്സിലാകുകയും അവരത് മറ്റേയാളെ ധരിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും അത് ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകുന്നത്. നമുക്ക് ശാരീരികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ എന്തെങ്കിലും രോഗങ്ങളോ ഒക്കെ ഉണ്ടാകും, നമ്മളൊരു ഡോക്ടറെ പോയി കാണാറുണ്ട്, നമ്മുടെ ശരീരത്തിന് വേണ്ട മരുന്നുകൾ എടുക്കാറുണ്ട്. അപ്പോൾ പിന്നീട് അത് വീണ്ടും നമ്മൾ സാധാരണഗതിയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അന്യോന്യം ഉണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളെ കൗൺസിലർ എടുത്തു പോയി പറഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അത് സോൾവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം അതിനുവേണ്ടി മുന്നോട്ട് വരേണ്ടതാണ്. അത് ഉദാഹരണം പറയാം. ഈ ആഴ്ചയില് ഒരു ഡിപ്രഷനുള്ള ഒരു വൈഫിന് ഡിപ്രഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവര് തന്റെ ഫ്രസ്ട്രേഷൻ വളരെ തീവ്രമായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് ആ തീവ്ര വികാരങ്ങൾ വൈഫ് പ്രകടിപ്പിക്കുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം വളരെ തീവ്രമായിട്ടാണ്. അപ്പോൾ അത് താൻ വളരെ അപ്സെറ്റ് ആകുകയും പിന്നീട് പ്രതികരിച്ചപ്പോൾ അത് വലിയ വയലൻസ് ആയിട്ട് മാറുകയും അല്ലെങ്കിൽ കേൾക്കാതെ ഇറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യുന്ന ലെവലില്ല. കാരണം വളരെ തീവ്രമായ വികാര പ്രകടനമാണ് വിഷാദം കൊണ്ടുണ്ടാകുന്നത്. അപ്പൊ ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോ ഈ ലേഡിക്ക് വിഷാദമാണ്. വിഷാദം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചപ്പോൾ വളരെ ഈസി ആയിട്ട് അത് സംസാരിക്കാൻ പറ്റി. പക്ഷെ ആ വിഷാദം ട്രീറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവർ തമ്മിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല, നമുക്കും തീർക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോഴും അൺകൺട്രോളബിൾ ആയിട്ട് ഇമോഷൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റേ ആളിനോട് ശാന്തമായി പറഞ്ഞ് സംസാരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അതിപ്പോ ഞങ്ങൾ കണ്ടെത്തിയ ഡിപ്രഷനാണ് കാരണം. ഡിപ്രഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും അത് വളരെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കുടുംബ ബന്ധങ്ങൾ. കാരണം രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, ന്യൂക്ലിയർ കുടുംബമാണ്,
ഇമ്മച്യൂരിറ്റീസ് കാരണം പല കാര്യങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ സ്ട്രെസ് ലെവൽ അല്ലെ ഡിപ്രഷൻ ലെവലൊക്കെ വർദ്ധിച്ചു വരുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ അതിനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെ എന്നുള്ള ഒത്തിരി കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അടുത്തുള്ള ഒരു കൗൺസിലറുമായിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുവാനായിട്ട് നമ്മൾക്ക് ഇടയായി തീരുമ്പോൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നു. ഡോക്ടർ അതുപോലെ തന്നെ വളരെ നമുക്ക് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടോ എന്നറിയില്ല, എന്നാൽ ഇങ്ങനെയുള്ള കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആളുകളുടെ മനസ്സിൽ വരുന്ന മറ്റൊരു ചിന്തയുണ്ട്. ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു കുടുംബം എന്തിനാണ്? അങ്ങനെയെങ്കിൽ കുടുംബമില്ലാതെ അങ്ങ് ജീവിച്ചാൽ പോരെ, ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ പോരെ എന്നും പറഞ്ഞ് ലിവിങ് റിലേഷൻഷിപ്പിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന മൂല്യച്യുതികളും നമ്മുടെ സമൂഹത്തിന്റെ ഉണ്ടാകുന്ന അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളും എന്തൊക്കെയാണ്? വിവാഹം ഒരു കോൺട്രാക്റ്റ് അല്ല. കാരണം അത്തരം ബന്ധങ്ങളുള്ള പ്രശ്നം എന്തെങ്കിലും കോൺട്രാക്റ്റിലുള്ള ആ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ രണ്ടുപേരും പെട്ടെന്ന് പിരിയും. കാരണം ഒരു കോൺട്രാക്ട് ബേസ്ഡ് ആണ്. രണ്ടുപേരും ചില വ്യവസ്ഥയുടെ പേരിൽ ഒന്നിച്ചു കൂടുന്നു, ആ വ്യവസ്ഥ ആരിലും ഒരാൾ ലംഘിക്കുമ്പോൾ പിരിയുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ട്രോമ ആകും. കാരണം അവിടെ ലീഗൽ ബോണ്ടിങ് ഇല്ല, ധാർമ്മികമായ ബോണ്ടിങ് ഇല്ല. ഈശ്വരന്റെ മുമ്പിൽ ഒരു തീരുമാനം എടുത്താലല്ല, സമൂഹത്തിൽ ലീഗലായിട്ട് മാരീഡുമല്ല. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാകും. അവർ അനാഥരായിട്ട് മാറുകയും അവരെ നോക്കാൻ ആളില്ലാതാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇതൊരു സേക്രഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അത് ഈശ്വരന്റെ മുമ്പിൽ ഈശ്വരനെ യോജിപ്പിക്കുന്ന ഒരു ബോധമാണ്, ഒരു ബന്ധമാണ്. ആ ഒരു ബോധമാണ് ആളുകളെ പ്രതിസന്ധി വരുമ്പോഴും നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നതും ആരോഗ്യകരമായി പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതും. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നൈമിഷികമായ ഒരു ബന്ധമാണ്. അവർ തമ്മിൽ പിണങ്ങുന്നതോടെ എല്ലാം അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അത് അടുത്ത തലമുറയും കുഞ്ഞുങ്ങളെയും വല്ലാതെ ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥായിയായ ബോണ്ട് അല്ലെങ്കിൽ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. ഓക്കെ, അടുത്ത ഒരു തലമുറയെ പറ്റി നാം ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഈ സമൂഹത്തിൽ 20 വയസ്സാകുമ്പോൾ 22 വയസ്സാകുമ്പോൾ കുട്ടികൾ വിവാഹിതരാകുന്നു. അതിന്റെ കണക്കുകൾക്കൊക്കെ കുറവ് വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും സാധാരണ അപ്പോൾ അവർക്കൊരു കുടുംബ ബന്ധങ്ങളെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒരു നല്ല ധാരണയോ ഒന്നുമില്ലാതെ കുടുംബ ബന്ധങ്ങളിൽ ഇമ്മാച്യൂരിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പല ചർച്ചകളും കേട്ടിട്ടുണ്ട്. എന്നാൽ കുടുംബ ബന്ധത്തെ പറ്റിയും അന്യോന്യം സ്നേഹിക്കേണ്ടതിനെ പറ്റിയും പെൺകുട്ടികൾ ആൺകുട്ടികളെ ബഹുമാനിക്കേണ്ടതും അതുപോലെ സ്നേഹിക്കേണ്ടതിനെ പറ്റിയുമൊക്കെ ഉള്ള ഒരു കാര്യം ചെറുപ്പം മുതലേ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അവരുടെ അന്യോന്യ സ്നേഹത്തെ പറ്റിയും ബന്ധത്തെ പറ്റിയും ദൃഢമായ അതിനെപ്പറ്റി പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അത് അവരുടെ ഉള്ളിൽ വരും തലമുറയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമോ എന്ന് പറയുന്നത് ഡോക്ടർ? തീർച്ചയായിട്ടും നമ്മുടെ ലോകത്തിൽ ഏത് കാര്യത്തിലും പ്രവേശിക്കുന്ന മുമ്പേ ഒരുങ്ങാറുണ്ടല്ലോ. വിവാഹം ഒരു സ്ഥായിയായ ഒരു ബന്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. അപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ഒരുക്കം ആവശ്യമുണ്ട്. ഒരു റൈറ്റ് സെലക്ഷൻ, ആരെയാണ് പങ്കാളിയായിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നതിന് ധാരാളം ഗൈഡൻസ് ആവശ്യമുണ്ട്. മാത്രമല്ല, രണ്ടുപേരെ ഒത്തുപോകുന്നതിനും ധാരാളം സ്കിൽസ് വേണം. അപ്പൊ ആ സ്കിൽസ് ഇല്ലെങ്കിൽ ഒത്തുപോകുന്നത്, കാരണം ഒരു ഡീപ്പർ റിലേഷൻഷിപ്പ് രണ്ടുപേരും ഒത്തുപോകണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സ്കിൽസും പ്രാപ്തിയും വേണം. ആ പ്രാപ്തി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രീമാരിറ്റൽ പ്രിപ്പറേഷൻ. അത്തരം പ്രിപ്പറേഷൻസ് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, വിവാഹപൂർവ്വ ദിവസങ്ങളിൽ ജീവിതത്തിൽ വിവാഹത്തിലേക്കോ കമ്മിറ്റ്മെന്റിലേക്കോ കയറുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വേണം പ്രവേശിക്കാൻ. അതിനും വിവാഹപൂർവ്വ ഒരുക്കം നമ്മളെ നല്ലപോലെ സഹായിക്കും. തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബ ബന്ധങ്ങൾ. അത് ഒരു ദീർഘകാല ഒരു ആജീവനാന്ത ബന്ധമാണ്. ഒരിക്കലും 1 or 2 അല്ലെങ്കിൽ വർഷത്തേക്കോ കുറച്ച് നാളത്തേക്കോ നമ്മുടെ ആവശ്യം തീരുന്നത് വരെ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയേക്കാൾ നല്ലൊരു പങ്കാളിയെ കാണുന്നത് വരെ ഉള്ള ബന്ധമല്ല. അത് നിലനിർത്തേണ്ട ആജീവനാന്തം നിലനിർത്തേണ്ട ബന്ധമാണ്. ഈ മാസത്തെ അല്ലെങ്കിൽ മെയ് മാസം 15-ാം തീയതി ആണല്ലോ ഇന്റർനാഷണൽ ഫാമിലി ഡേ ആയിട്ട് ആചരിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് കുടുംബങ്ങളോട് സമൂഹത്തോട് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? ഞങ്ങളുടെ
ഈ സമൂഹത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലുതാ ഒരു ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലിയിലേക്ക് നയിക്കുക. നമ്മുടെ ഫാമിലി ലൈഫ് കണ്ട് തന്നെ നല്ലൊരു തലമുറ നമുക്കുണ്ടാകും. കാരണം ഒരു നല്ല മനുഷ്യനെ, നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കുന്നതിൽ കുടുംബത്തിന് വലിയ പങ്കുണ്ട്. മാത്രമല്ല, അങ്ങനെയുള്ള റോൾ മോഡൽസ് ആയിട്ട് ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനവും മാതൃകയാകും. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്ന് കഴിഞ്ഞ് പിരിയുന്ന കാര്യവും ഒഴിവാക്കുന്ന കാര്യവും ചിന്തിക്കാതെ സ്നേഹത്തിൽ പരസ്പരം ക്ഷമിച്ചും പൊറുത്തും ഒത്തുപോയി വളരെ ക്രിയാത്മകമായിട്ട് വിജയത്തിലേക്ക് പോകുന്ന കുടുംബങ്ങളെയാണ് ആവശ്യം. അത്തരം ജീവിത പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങൾ മറ്റു കുടുംബങ്ങൾക്കൊരു മാതൃകയും ചലഞ്ചുമായിട്ട് മാറും. അങ്ങനെ മാറി ഈ കാലഘട്ടത്തിൽ ധാരാളം കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടും തകരുമ്പോൾ നമ്മുടെ കുടുംബജീവിതം അത് അടുത്ത തലമുറയ്ക്ക് മാതൃകയാകാനും ചുറ്റുപാടുള്ളവർക്കൊരു മാതൃകയാകാനും നമുക്ക് അവരെ പോലെ ജീവിക്കണമെന്ന് ആരോഗ്യകരമായ ഒരു കൊതി തോന്നുന്ന ഒരു നല്ല ബന്ധമാക്കി മാറ്റുവാൻ കഴിഞ്ഞെങ്കിൽ ജീവിതം വളരെ സൗഭാഗ്യമാണ്. നമ്മുടെ ഭൂമിയിലെ ജീവിതം സന്തോഷമാകും. മാത്രമല്ല അടുത്ത തലമുറയും അത് കണ്ടു വളരുമ്പോൾ അവർക്കും ഒരു നല്ല സ്ഥിരതയുള്ള കോൺസ്റ്റന്റ് ബന്ധം തുടരാൻ ആഗ്രഹം വരികയും ചെയ്യും. ഓക്കെ, തീർച്ചയായിട്ടും ബൈബിൾ പറയുന്നത് പോലെ ഒരു തക്ക തുണയാണ് ദൈവം ഒരുക്കി തന്നത്. വൈകാരികമായും ശാരീരികമായും അതുപോലെ ആത്മീയമായിട്ടുള്ള ആവശ്യങ്ങൾ, പങ്കാളികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല എന്നാണ്. രണ്ട് കുറവുകളുള്ള ആളുകൾ തമ്മിൽ ആണ് യോജിക്കപ്പെടുന്നതെങ്കിൽ കുറവിനെ തീർക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന് നമുക്ക് ഉടമകളാകാം. നമുക്കും അന്യോന്യം സ്നേഹത്തോടും ബഹുമാനത്തോടും കുടുംബത്തിൽ വർദ്ധിച്ചു വരാൻ ഇടയാകട്ടെ. ഇന്ന് ഫീബ ഓൺലൈനിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ച ഡോക്ടർ ജോൺ ജേക്കബിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഞങ്ങളുടെ ശ്രോതാക്കൾ എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫാമിലി ഡേ ഞങ്ങൾ ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ സമൂഹത്തിന്റെ കെട്ടുമണിക്ക് നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു.